തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലൂടെ എന്നും വിവാദങ്ങളുടെ നടുവിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിൽ അനധികൃത താമസക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും തടങ്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയതാണ് പുതിയ വിവാദം. അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റ വിരുദ്ധ നയത്തിന്റെ ഭാഗമായി ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് നാട് കടത്തിയപ്പോൾ പ്രതിഷേധിച്ചവരാണ് നാം. യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ നിന്നും ഇനി എങ്ങനെ പ്രതിഷേധിക്കും? ഇവിടെ ആര് പറയും ഈ പോക്ക് ശരിയല്ലെന്ന്? യോഗിയുടെ നാളിതുവരെയുള്ള വാക്കും പ്രവൃത്തിയും വിവാദങ്ങൾക്ക് മാത്രമാണ് തിരികൊളുത്തിയത്. ഒടുവിൽ മുസ്ലിങ്ങൾക്കെതിരെ യോഗി ആദിത്യനാഥ് നടത്തിയ വർഗീയ പരാമർശം നോക്കൂ. മുസ്ലിം രാഷ്ട്രീയം ഹിന്ദു വിശ്വാസത്തെ തുരങ്കം വെച്ചുവെന്നും ഇത് ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുമാണ് യോഗിയുടെ പരാമർശം. ഇതിനെതിരെ പ്രതിപക്ഷവും ചരിത്രകാരന്മാരും രംഗത്ത് വന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടകൾക്ക് വേണ്ടി മുഖ്യമന്ത്രി ചരിത്രത്തെ വളച്ചൊടിക്കുകയാണെന്ന വിമർശനവും ഉയർന്നു. നിലവിൽ നിയമം ലംഘിച്ച് തുടരുന്ന ഇതര രാജ്യങ്ങളിലെ പൗരന്മാരെ തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിക്കാനാണ് യോഗിയുടെ നിർദ്ദേശം. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം യോഗിയെ ഏൽപ്പിക്കുക വഴി തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് BJP പരസ്യമായി അംഗീകാരം നൽകുകയാണ് ചെയ്തത്. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ യോഗിയിലൂടെ പുറത്തു വരുന്നത്. 51കാരനായ യോഗി ആദിത്യനാഥ് മുന്നോക്ക രജ്പുത് വിഭാഗക്കാരനാണ്. 2002 യോഗി ആദിത്യനാഥ് രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുത്വ യുവവാഹിനി. നിരവധി കലാപങ്ങളിലും പശു സംരക്ഷണം മറയാക്കി നടത്തിയ ആക്രമണങ്ങളിലും ലവ് ജിഹാദിന്റെ പേരിൽ നടത്തിയ ആക്രമണങ്ങളിലും മുൻനിരയിലുണ്ടായിരുന്ന സംഘമാണ് ഹിന്ദുത്വ യുവവാഹിനി. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ യോഗിയുടെ വിവാദ പ്രസംഗങ്ങൾ ഏറെയാണ്. അതിലൊന്ന് ഇങ്ങനെയാണ്: സമാജ്വാദി പാർട്ടിയുടെ 2.5 വർഷത്തെ ഭരണത്തിനിടയിൽ പടിഞ്ഞാറൻ UPയിൽ 450 കലാപങ്ങളാണ് ഉണ്ടായത്. ഒരു പ്രത്യേക സമുദായത്തിന്റെ ജനസംഖ്യ നിരവധി മടങ്ങ് വർദ്ധിച്ചതാണ് അതിൻ്റെ കാരണം. തെക്കൻ UPയിൽ കലാപങ്ങളില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കാരണം മനസ്സിലാവും. ന്യൂനപക്ഷങ്ങൾ 10 മുതൽ 20% വരെ മാത്രമുള്ള സ്ഥലങ്ങളിൽ വളരെ ചെറിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാകുന്നു. അവർ 20 മുതൽ 35% വരെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു. 35% മുകളിൽ അവർ ഉള്ള സ്ഥലങ്ങളിലൊന്നും മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജീവിക്കാനേ കഴിയില്ലെന്നാണ് യോഗിയുടെ കണ്ടെത്തൽ. മദർ തെരേസയും യോഗി വെറുതെ വിട്ടില്ല. ഇന്ത്യയെ ക്രിസ്ത്യൻ വൽക്കരിക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു മദർ തെരേസ. സേവനത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ മതം മാറ്റുകയായിരുന്നു അവരെന്ന് യോഗി. ഷാരൂഖ് ഖാനെ കുറിച്ച് യോഗിയുടെ വാക്കുകൾ ഇങ്ങനെ: ജനങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമ ബഹിഷ്കരിച്ചാൽ ഒരു സാധാരണ മുസ്ലിമിനെ പോലെ ഷാരൂഖ് ഖാനും തെരുവിൽ അലയേണ്ടി വരും. തീവ്രവാദികളുടെ ഭാഷയാണ് ഇത്തരക്കാർക്ക്. ഹാഫിസ് സയ്യിദിന്റെയും ഷാരൂഖ് ഖാന്റെയും ഭാഷകൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ചുരുക്കത്തിൽ എല്ലാറ്റിലും അപരമത വിദ്വേഷം മാത്രമാണ് യോഗിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ രാജ്യത്ത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ആരാണ് യോഗിയോട് പറയുക? ചുരുങ്ങിയത് ഈ പോക്ക് ശരിയല്ലെന്ന് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.